മലയാളത്തിലെ മധ്യവർത്തി സിനിമയുടെ ഉദയം എന്ന് പറയുന്നത് ഭരതനും പത്മരാജനും കൂടെ നിവർത്തിച്ച ഒന്നാണ്. അതിന്റെ തുടർച്ചയിലാണ് KG ജോർജിന്റെ സ്വപ്നാടനം വരുന്നത്. അതും കഴിഞ്ഞിട്ട് 3 വർഷങ്ങൾക്ക് ശേഷമാണ് മോഹനും സുരാസും കൂടെ ചെയ്ത 2 കുട്ടികൾ. ഞാൻ ഇന്നും വിശ്വസിക്കുന്നത് പത്മരാജൻ സംവിധാനം ചെയ്ത ചിത്രങ്ങളിലെ ഏറ്റവും മികച്ച ചിത്രം പെരുവഴി അമ്പലം തന്നെയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം അതില് പത്മരാജൻ എഴുതിയ തിരക്കഥകളിലും പത്മരാജൻ ചെയ്ത ചിത്രങ്ങളിലും വളരെ പ്രകടമായും പ്രത്യക്ഷമായിട്ടും നമുക്ക് അനുഭവപ്പെടുന്നത് പത്മരാജൻ എന്ന യഥാർത്ഥ മനുഷ്യന്റെ പച്ചയായ ചോദനകൾ തന്നെയാണ് ആ കഥാപാത്രങ്ങളിലേക്ക് പുള്ളി സന്നിവേശിക്കുന്നത്. ഒരു ദ്രാവിഡ മനസ്സാണ് ഭരതനും പത്മരാജനും ഒക്കെ കൊണ്ടുവന്നത്. ജോർജും ഒരു വലിയ പരിധിയോടെ അത് കൊണ്ടുവരുന്ന ആളാണ്. ഒരു ട്രാവൻകൂറിയൻ എന്താ പറയുക, ഒരു ക്രിസ്ത്യൻ ബെൽറ്റിന്റേതായ ചുവകൾ കൂടി കലർന്നിരുന്നു എന്നുള്ളത് മാത്രമാണ്. ഇവരൊക്കെ ജീവിതത്തെ ഉപാസിച്ചിരുന്നത് അവർക്ക് പരിചിതമായ ജീവിതത്തെയാണ്. അവർ പകർത്തി കാണിക്കാൻ ശ്രമിച്ചതും ആ പരിചിതമായ ജീവിതത്തെയാണ്. അതിന് ആണയും തൊങ്ങലുകളും അല്പാൽപമൊക്കെ ചേർത്തിരിക്കാം. എങ്കിൽ പോലും മനുഷ്യന്റെ സഹജ ചോദനകളെ വളരെ സത്യസന്ധമായി പകർത്താൻ ശ്രമിച്ചവരാണ് ഇവർ. പത്മരാജൻ എപ്പോഴും ചേറിലും മണ്ണിലും ചെളിയിലും ഒപ്പം പെണ്ണിലും മനസ്സർപ്പിച്ച് നിൽക്കുന്ന പുരുഷന്റെ ശരീരവും, പിന്നെ പുരുഷന്റെ ശരീരത്തിലും മനസ്സിലും സ്വയം സമർപ്പിച്ച് നിൽക്കുന്ന പെണ്ണിന്റെ ശരീരവും മനസ്സും അക്ഷരങ്ങളിലൂടെ പറഞ്ഞു തരാൻ ശ്രമിച്ച ഒരാളാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞിട്ടുള്ള എല്ലാ നല്ല കഥകളും മനുഷ്യന്റെ പച്ചയായ എന്താ പറയുക ചോദനകളുടെ കഥകളാണ്. അതില് യാതൊരു മുഖം പറയുമില്ലാതെ രതിവികാരങ്ങളുണ്ട്, വെറിയുണ്ട്, പകയുണ്ട്, ചോരക്കൊതിയുണ്ട്, എന്തിലും തിമർത്താടുന്ന ദ്രാവിഡ മനസ്സിന്റെ ഒരു വിളഞ്ഞാട്ടങ്ങളുണ്ട്. അത്തരത്തിലല്ലാത്ത കഥകൾ വളരെ കുറച്ച് പത്മരാജൻ എഴുതിയിട്ടുള്ള അത്തരം കഥകളിൽ പോലും അതിന്റെ പാർശ്വങ്ങളിൽ ശ്രദ്ധിച്ചാൽ ഈ പറഞ്ഞ ജീവിതസാക്ഷികൾ നമുക്ക് കാണാൻ കഴിയും. പത്മരാജന് നിവർത്തിക്കാനുണ്ടായിരുന്ന ദൗത്യം പത്മരാജനും മുതുകുളത്തും ആ ഗ്രാമത്തിന്റെ പരിസരങ്ങളിലും ചെലവഴിച്ച നാളുകളിൽ പത്മരാജനിലേക്ക് പെയ്തിറങ്ങിയ ജീവിതത്തിന്റെ തന്നെ സാക്ഷ്യമായിരുന്നു. നിർഭാഗ്യവശാൽ അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ ധൈര്യപ്പെടാതിരുന്ന ഒരു ക്രൂരകൃത്യം പിന്നീട് മാധ്യമങ്ങളും ഇവിടെ പലരും കൂടെ ചേർന്ന് അദ്ദേഹത്തെ ഒരു ഗന്ധർവൻ എന്ന് പറയുന്ന ഒരു പൈങ്കിളിവൽകൃത എന്താ പറയുക ബിരുദം സമ്മാനിച്ച് ഒതുക്കുക എന്ന് പറയുന്ന ഒരു സംഭവം നടന്നിട്ടുണ്ട്. അത് പത്മരാജനെ തിരിച്ചറിയാത്തവരും മനസ്സിലാക്കാത്തവരും മാത്രം പറഞ്ഞു വരുത്തുന്ന ഒരു വിഡ്ഢിത്തരമാണ്. പത്മരാജൻ ഒരിക്കലും ഒരു റൊമാൻറ്റിക് കാൽപ്പനികമായ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്ന ആളായിരുന്നെങ്കിലും ഒരു പൈങ്കിളി സ്വഭാവത്തിൽപ്പെടുത്താവുന്ന അങ്ങനെ നമുക്ക് ആട്രിബ്യൂട്ട് ചെയ്യാവുന്ന റൊമാൻറ്റിസിസ്റ്റ് ആയിരുന്നില്ല. അത്തരം കഥകളും പത്മരാജൻ എഴുതിയിട്ടില്ല. ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുന്ന രൂക്ഷ സത്യങ്ങളുടെ കിരാത തീക്ഷ്ണ തീവ്രതകളിൽ നിന്ന് ഒളിച്ചോടുന്ന ഒന്നും പത്മരാജൻ പറഞ്ഞിട്ടില്ല. സത്യമായിട്ട് പറയുമ്പോൾ അതിൽ ചതിയും വഞ്ചനയും അടക്കമുള്ള സത്യങ്ങൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് ആടയാഭരണങ്ങൾ കൊണ്ട് ഒരു മെലോയുടെ ആഭരണം കൊണ്ട് ഒരിക്കലും പുള്ളി അതിനെ ഗ്ലോറിഫൈ ചെയ്യുകയോ പൈങ്കിളിവൽക്കരിക്കുകയോ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു മനുഷ്യനെ ഗന്ധർവൻ എന്നൊക്കെ വിളിക്കാന്നൊക്കെ പറയുന്നത് വളരെ ഒന്നാമത് പത്മരാജൻ ചെയ്തതിൽ വെച്ച് ഏറ്റവും മോശമായ 3 ചിത്രങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞാൽ അതിൽ ആദ്യം ഞാൻ പറയുന്ന പേര് ഞാൻ ഗന്ധർവൻ എന്ന് പറഞ്ഞ ചിത്രമാണ്. അതൊക്കെ പത്മരാജന്റെ ഒരു ഫിക്സേഷന്റെ പുറത്ത് സ്വയം നഷ്ടപ്പെട്ട് സ്വയം അടയാളപ്പെടുത്താൻ കഴിയാതെ ചെയ്ത ഒരു ചിത്രമാണ്. അങ്ങനെ പത്മരാജൻ പോലും അഭിമാനിക്കാൻ ഇഷ്ടപ്പെടാതിരുന്ന അവകാശപ്പെടാൻ ഇഷ്ടപ്പെടാതിരുന്ന ചിത്രത്തിന്റെ പേരിൽ പത്മരാജനെ നമ്മൾ അടയാളപ്പെടുത്തുക എന്നൊക്കെ പറയുന്നത് ആ മനുഷ്യൻ ഇവിടെ നിവർത്തിച്ച പ്രത്യേകിച്ച് ദൃശ്യങ്ങൾക്ക് അക്ഷരച്ചാർത്തുകൾ കൊണ്ട് ബലം നൽകുന്നതിൽ ഇന്ത്യൻ സിനിമയിൽ തന്നെ പത്മരാജൻ നിവർത്തിച്ചൊരു വലിയ റോളുണ്ട്. അതിനെ നിരാകരിക്കുന്നതും നിഷേധിക്കുന്നതും സംസ്കരിക്കുന്നതും തുല്യമാണ്. ആ മനുഷ്യൻ അങ്ങനെ ലിമിറ്റൈസ് ചെയ്ത് കളയുന്നത്. He was great in what he did. He was great in what he wrote because what he wrote was what he did.